So, hi sir, welcome Hi, to the Shaheen. podcast. എങ്ങനെയുണ്ട് കാര്യങ്ങള്? അടിപൊളി എല്ലാം good, yes. ഹെയർ സ്റ്റൈലൊക്കെ സൂപ്പറായിട്ടുണ്ട്. Thank you sir, thank you so much. Okay. So, first of all, I'll give a raw introduction. So, today we have a media legend, the man who redefined talk shows. എന്നെ കുറിച്ചാണ് പറയുന്നത്. Yes. Yeah. Who transformed newses and kept us Malayalis hooked with the news and other field for decades. The driving force behind 24 News, Flowers TV and Power News. The man who doesn't need any introduction. It's R. Srikantan Nair sir himself. It's a pleasure meeting you, sir. Okay, Thank you so it's much my pleasure, yes, Mr. thank you Shaheen. so much for joining the podcast. ഷാഹിൻ എന്തായാലും പോഡ്കാസ്റ്റ് തുടങ്ങില്ലേ ഇന്ന്? അതെ എല്ലാ ആശംസകളും. പോഡ്കാസ്റ്റ് ഇത് ഷാഹിന്റെ അമ്മയല്ലേ? അതെ yes. ആ. Also Tanura talks. Tanura talks. yes. തനൂര always talks. That is her problem. Yeah. Okay. That is her തനൂര, use. how are you? I'm so good, sir. How are you? എന്തൊക്കെയാ വിഷയം? അന്നാ പുസ്തകത്തിന്റെ കാര്യങ്ങളായിട്ട് കണ്ടതാ. പിന്നെ അതെ കണ്ടിട്ടില്ല. അതെ. ഞാന് അപ്പൊ ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിന് ഞാൻ കയറി ഒരു അവതാരി എഴുതി. അങ്ങനല്ലേ പരിചയം? അതൊക്കെ അല്ലേ മോൻ അറിഞ്ഞിട്ടല്ലേ? ഞാനുണ്ട് അവിടെ. മോനവിടെ ഉണ്ടായിരുന്നു. ലോഞ്ചിനൊക്കെ ടൈമിൽ ഞാനുണ്ട്. തട്ടമിട്ട മേനോത്തി എന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതി. ഞാൻ അതിന്റെ അവതാരി എഴുതി. ഈ തട്ടമിടാത്ത മേനോത്തി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതും. അന്നും ഞാൻ അതിന്റെ അവതാരി എഴുതി. അതാണ്. അപ്പോൾ ഷാഹിൻ, വളരെ സന്തോഷം. പ്രത്യേകിച്ച് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന ഒരു സംഭാഷണമാണല്ലോ നമ്മൾ നടത്താൻ പോകുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു നല്ല ഒക്കേഷനാണ്. ഞാൻ ഈ ടെലിവിഷനിലും റേഡിയോയിലും വന്നിട്ട് 40 കൊല്ലം ആയി, 40 വർഷമായി. അപ്പോൾ 65 വയസ്സ് കഴിയുന്നു. നോട്ട് എ സ്മോൾ തിങ്. മോൻ എത്ര ഓണം ഉണ്ട് ഇപ്പോൾ? 20 ഓണേ ഉണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുവിധമുള്ള ഓണം കഴിഞ്ഞു. മോനി ഓണം ആഘോഷിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. തനൂര് എത്ര ഓണം ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാര്യം പെൺകുട്ടിയോട് പ്രായം ചോദിക്കാൻ പാടില്ലെന്നാണ്. പെൺകുട്ടിയല്ല, പെണ്ണമ്മ അല്ലേ? എങ്ങനെയുണ്ട് അമ്മയും മോനുമായിട്ടുള്ള ഒരു സൗഹൃദം? എങ്ങനെ നിങ്ങൾ വളരെ എൻ്റെ കാര്യം പറയുന്നതിന് മുമ്പിട്ട്? ഞാൻ ഭയങ്കര ചില്ലായ അമ്മയാണ് അല്ലേ? ഞാൻ നല്ല ചില്ലായ മോനും. അങ്ങനെയാണല്ലേ? ഐ മീൻ നമ്മളുടെ ഒരു കണക്ടിവിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഇവൻ എന്തൊരു ഇഷ്യൂ മേ ബി ഹി ഹൈഡ്. കാരണം അമ്മ സിംഗിൾ മോം ആണ്, അതുകൊണ്ട് ഇവ ഹൈഡ് ചെയ്യും. പക്ഷെ വെന്നെവർ ഒരു ഹാപ്പിനെസ്, എന്തെങ്കിലും ഹാപ്പിനെസ് വരുമല്ലോ, ഇവൻ ഒരു ഹി സ്റ്റാർട്ടഡ് ടു സീയിങ് സംബഡി, ഹി കംസ് ടു മീ ആൻഡ് ഹി ടെൽ ടു മീ അമ്മ ഐ സ്റ്റാർട്ടഡ് സീയിങ് സംവൺ. അപ്പൊ ഞാൻ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലാണ്ട് നിൽക്കും. എന്നോട് എന്തിനാ? അപ്പൊ ഹി വിൽ ആസ്ക് ലൈക്ക് അമ്മയ്ക്ക് എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. ഞാൻ എന്തിനാ എക്സൈറ്റ്മെന്റ്? യു ആർ പിക്കിംഗ് ഗേൾ ഫോർ യു, സോ എനിക്ക് എന്തിനാ വരുന്നത്? അപ്പൊ നമുക്ക് ജോലി ഉണ്ടാവില്ല, സ്വന്തമായിട്ട് കണ്ടെത്തിക്കോളൂ. അത് ഉറപ്പാണ്. കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ. പിന്നെ പേരൻസിന് പ്രശ്നം ഉണ്ടാവും അല്ലേ? സർ, ഇത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് മൊമെന്റ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ട് ഒരു ബ്ലോഗൊക്കെ സംസാരിച്ചിരുന്നു അല്ലെ, 2018 സമയത്ത്. ഈ തനൂറ ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പോഡ്കാസ്റ്റ് എന്നൊരു ഫീൽ വരാൻ കാരണം തന്നെ ഐ മീൻ നമ്മൾ ഒത്തിരി നാടുകളിൽ പോകുന്നു, ഒത്തിരി ആളുകളെ കാണുന്നു. ദർ ഇസ് ഡയമണ്ട് ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ കാണുന്ന ആദ്യത്തെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സാറായിരിക്കും. ഐ മീൻ ഞാൻ കാണുന്ന എൻ്റെ ഒരു 10th സാറിനെയാണ് ഞാൻ ചാനലിൽ കൂടി ആദ്യമായിട്ട് കാണുന്നത്, നമ്മൾ തമ്മിൽ വെച്ചിട്ട്. ഞാൻ ജീവിതത്തിൽ വിശ്വസിക്കാത്തൊരു കാര്യമാണ് ഞാൻ സെലിബ്രിറ്റി ആണെന്നുള്ളത്. കാരണം ഞാൻ എപ്പോഴും ആളുകൾക്കിടയിൽ തന്നെ, നമ്മുടെ ജഗദീഷേട്ടനല്ലേ, നമ്മുടെ ജഗദീഷ് കുമാർ, അപ്പോൾ ഈ ജഗദീഷ് ചേട്ടനൊക്കെ ചിലപ്പം നമ്മുടെ മോഡലായി മാറും. ഞാനൊരു ദിവസം നോക്കിയപ്പോഴേ ഈ ജഗതി ജംഗ്ഷനിൽ ഞാനിങ്ങനെ നിൽക്കുക. ഉടനെ അമ്പിളിച്ചേട്ടൻ അവിടെ അങ്ങനെയാണ് ഓമന പേരിട്ട് അദ്ദേഹത്തിൽ ഇങ്ങനെ പാഞ്ഞു പോവാണ്. അപ്പം അമൃത എന്നൊരു ഹോട്ടലുണ്ട്, അമൃത ഹോട്ടലിലേക്കാണ് പുള്ളി പോകുന്നത്. ചെറിയ വീശാന. എന്നാലും അദ്ദേഹം അന്ന് യഥാർത്ഥത്തിൽ ഒരു ദിവസമൊക്കെ 6 സിനിമയൊക്കെ അഭിനയിക്കുന്ന സമയമാണ്. കത്തി നിൽക്കുക പുള്ളിക്കാരൻ. ഞാനൊരു ഇത് കണ്ടു, പാഞ്ഞു പോവുക. അപ്പോൾ ആളൊക്കെ നിൽക്കുന്നത് ജയിച്ചേട്ടാ ആ സാറേ എന്നൊക്കെ വിളിക്കുന്ന പലരും. അങ്ങനെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയൊക്കെ അവിടെ അമൃത ഹോട്ടലിൽ എത്തുക എന്നുള്ള ഒരു 1.5 കിലോമീറ്ററോളം പുള്ളി നടന്നു പോകും. സാധാരണ അത്രയും പോപ്പുലറായ ഒരു സിനിമാ നടൻ അങ്ങനെ പോകില്ല. അദ്ദേഹത്തിൻ്റെ വീട് അവിടെ തന്നെയാണ് എങ്കിൽ പോലും. അപ്പോൾ ഞാൻ ഒരു ദിവസം ചോദിച്ചു, പുള്ളിയോട് ചോദിച്ചു, ചേട്ടാ ഇത് ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ ഇടയിൽ ലോഗൊക്കെ അടിച്ച് ഇങ്ങനെ തലക്കെട്ടൊക്കെ കെട്ടി നടന്നു പോകുന്നത്, മോനെ നമ്മൾ ഇവിടെ നിന്നല്ലേ പൊങ്ങിയത്, ചിലപ്പം താഴുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഇപ്പോഴേ ലോകമായിട്ട് പോയാൽ നമുക്ക് കുറേ കാലം ജീവിച്ചു പോവാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതൊരു നല്ല ഇൻസൈറ്റാണ്. പിന്നെ ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഈ മീഡിയയിൽ വന്നത്. ഞാൻ ശരിക്കും തൃശ്ശൂരിലൊരു കോളേജിൽ മാഷായിരുന്നു, കേരള കോളേജിൽ മാഷായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ വിദ്യാർത്ഥി ഗണങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ, അപ്പോൾ അവരെ കണ്ടാൽ തന്നെ ഇപ്പം എൻ്റെ അത്രയും പ്രായമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത്രയും കൂടുതൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ റേഡിയോ സ്റ്റേഷനിലേക്ക് പോയി. തൃശ്ശൂരിൽ തന്നെ ആകാശവാണിയിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് പോയി. അത് കിട്ടിയപ്പം കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരനാണെന്ന് വെച്ചാൽ ഓർഡറിലൊക്കെ പിടിക്കാമല്ലോ, കേന്ദ്ര ഗവൺമെൻറ്, ഐ എം ഫ്രം സെൻട്രൽ ഗവൺമെൻറ്. അപ്പം നമ്മൾ ഇത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റാണ്.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ കുറേ കാലം ആകാശവാണിയിലേക്ക് ഇങ്ങനെ പല സ്റ്റേഷനിലായിട്ട് തത്തിക്കളിച്ചു. നമ്മൾ കുറച്ച് നാടകങ്ങളൊക്കെ എഴുതി. ഒരു 10-70 നാടകം എഴുതിയിട്ടുണ്ടാവും. അതിൽ ചില സീരീസൊക്കെ ഉണ്ട്. അതെല്ലാം അതിൻ്റെ പേരുകളൊക്കെ വളരെ ഇതായിരുന്നു. അപ്പം ഞാനൊരിക്കലും ഒരു റേഡിയോ സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോഴേ, അപ്പോൾ പിറ്റേന്നൊരു നാടകം പ്രക്ഷേപണം ചെയ്യണം. അത് ഞാൻ എഴുതി കൊടുക്കണമെന്നാണ് വെച്ചത്. ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ അവിടെയുള്ള ഒരു സീനിയറായിട്ടുള്ള ഒരു ലേഡി ഓഫീസർ, അവർ ഡയറക്ടർ എടുത്തു എൻ്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹം ഒന്നും എല്ലാം ലാസ്റ്റ് മിനിറ്റ് ചെയ്യുന്ന ആളാണ്, ഞാൻ ഫെഡപ്പായിരിക്കുകയാണ്, നാളത്തെ നാടകം ഏതാണെന്ന് പോലും തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അയാൾ അത്ഭുതപ്പെട്ടു. കാര്യം ഇത് റെക്കോർഡ് ചെയ്യണം, മ്യൂസിക് കയറ്റണം, ഇതെല്ലാം ചെയ്തിട്ട് നാളെ രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യണം. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇതുവരെ ആ നാടകത്തിൻ്റെ ടൈറ്റിലൊന്നും ആയില്ലേ, നാടകം എഴുതിയിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ നാടകമൊക്കെ എഴുതി, ടൈറ്റിലൊക്കെ ആയി. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു എന്താ പേര്, വാട്ട് ഇസ് ഇറ്റ്സ് ടൈറ്റിൽ? അപ്പോൾ അദ്ദേഹം മലയാളിയല്ല, അദ്ദേഹം ഒരു കന്നഡക്കാരനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കമലാക്ഷി നീ ഒന്ന് അടങ്ങേ. ഞാൻ ഉദ്ദേശിച്ച മറ്റൊരെയാ. അപ്പം ഞാൻ ശരിക്കും തമാശയ്ക്ക് പറഞ്ഞതാ. പിറ്റേ അതങ്ങ് അങ്ങനെ അവിടെ എഴുതി വെച്ചു നാടകത്തിൻ്റെ പേര്. കന്നഡക്കാരൻ എഴുതി കമലാക്ഷി. വാട്ട് ഡസ് ഇറ്റ് മീൻ എന്ന് ചോദിച്ചു. ഞാൻ മീൻ കമലാക്ഷി ഈസ് എ നെയിം, ഒരു ലേഡിയുടെ പേരാണ്. നീ എന്ന് പറഞ്ഞാൽ യു സ്റ്റോപ്പ് എന്നുള്ള ലൈനിൽ, അത് നല്ല നാടൻ ഭാഷയിൽ കമലാക്ഷി നീ ഒന്നടങ്ങ്. നമ്മുടെ റേഡിയോയിൽ അന്നത്തെ ഏറ്റവും ഹിറ്റ് നാടകം വരുന്നത് കമലാക്ഷി നീ ഒന്നടങ്ങ്. അപ്പം പിറ്റേന്ന് ഞാൻ കമലാക്ഷി നീ ഒന്നടങ്ങ് എന്ന് പറയുന്ന ഒരു അങ്ങനെയായിരുന്നു. വേറെ നാടകത്തിൻ്റെ പേര്, ഒരു സീരീസ് ആയിരുന്നു അത്, എങ്കിലും എൻ്റെ ഗോപാലകൃഷ്ണ എന്നായിരുന്നു. അപ്പോൾ ഒരു ഗോപാലകൃഷ്ണൻ്റെ കഥയാണ്. ഇന്നത്തെ ഗോപാലകൃഷ്ണന്മാരെ വിട്ട് തന്നെ നിങ്ങളുടെ ലെവലിലുള്ള ആൾക്കാർ തന്നെ കേട്ടോ. അപ്പം എങ്കിലും എൻ്റെ ഗോപാലകൃഷ്ണ, ടൈറ്റിൽ അവിടെ കൊണ്ട് തീർന്നില്ല, എങ്കിലും എൻ്റെ ഗോപാലകൃഷ്ണ നീ എന്നോട് ഇത് ചെയ്തല്ലോ എന്നായിരുന്നു. അപ്പം ഒരു ദിനം ഈ ശബ്ദമൊക്കെ ഞാനന്ന് ഭയങ്കരമായിട്ട് മാറ്റുമായിരുന്നു. അണ്ണാ ഇങ്ങനെ വിളിക്കുന്നൊരു ശബ്ദമായിരുന്നു. ഒരു യോഗന്നാൻ്റെ ശബ്ദം എൻ്റെ ഭാര്യയൊക്കെ പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം മമ്മൂട്ടിയുടെ ശബ്ദമാണ്, ഇരിക്കും നിങ്ങൾ ഇതുപോലുള്ള ശബ്ദമാണ്. അങ്ങനെ കുറേ നാടകങ്ങളൊക്കെ എഴുതി, കണ്ടതും കെട്ടും മോഡലുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് ഒരു ദിവസം ഞാനിങ്ങനെ ഒരു സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോകുന്ന സമയത്ത് ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയത്തിലായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ അടുത്ത് ഞങ്ങളോടൊക്കെ ജോലി ചെയ്യുന്ന ഒരു സമാന സ്കെയിലുള്ള ഒരാൾ, ഒരു ലേഡി എന്നോട് ചോദിച്ചു. പുള്ളിക്കാരി കുറച്ചുകൂടി ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആണ്, അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട്, നമ്മളെക്കാളും ബെറ്ററാണ് പല കാര്യത്തിൽ. എന്നോട് ചോദിച്ചു, ശ്രീകണ്ഠൻ BBC റേഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇന്നലെയും കൂടെ ഞാൻ BBC കേട്ടതേ ഉള്ളൂ, BBC ജീവിതത്തിൽ കേട്ടിട്ടില്ല നമ്മൾ. അപ്പോൾ ഇവർ പറഞ്ഞു BBC ഒരു വൺ പ്രോഗ്രാം ദാറ്റ് യു ക്യാൻ ഡു. നിങ്ങളിങ്ങനെ വളവള സംസാരിക്കുമല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു വളവള സംസാരിക്കാമെന്ന് പറ്റിയ സാഹിബിൻ്റെ പ്രോഗ്രാമിൻ്റെ പേരെന്താ എന്ന് ചോദിച്ചു. അത് ജസ്റ്റ് എ മിനിറ്റ് ജാം. എന്താ പ്രോഗ്രാം? ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് BBC കേൾക്കുന്നുണ്ടല്ലോ, കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ജീവിതത്തിൽ BBC അപ്പോൾ കേട്ടിട്ടില്ല കേട്ടോ. ഇവർ പറഞ്ഞു തന്നു, ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ ആ വിഷയത്തിൽ വ്യാകരണപ്പിഴവില്ലാതെ, വാക്കുകൾ ആവർത്തിക്കാതെ, തെറ്റുകൂടാതെ, മുക്കാതെ മുറുങ്ങാതെ മൂളാതെ 1 മിനിറ്റ് സംസാരിച്ചിരിക്കണം. അതാണ് ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു. ഞാൻ അത് കൊള്ളാലോ. ഞാനത് കേരള വെർഷൻ ഉണ്ടാക്കി. ഇംഗ്ലീഷ് വെർഷൻ ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് പിന്നെ ടെൻഷനില്ല. അതിനൊരു മലയാളം വെർഷൻ ഉണ്ടാക്കി പ്രക്ഷേപണം ചെയ്ത് തുടങ്ങി. സൂപ്പർ ഹിറ്റായത്. പിന്നെ ഞാനത് റേഡിയോയിൽ ഹിറ്റായപ്പോൾ ഈ പാലാ സെൻറ്റ് അൽഫോൺസ കോളേജ് പോലുള്ള പല കോളേജുകളിൽ ഇത് നേരിട്ട് അവതരിപ്പിച്ച് നോക്കി. ഇതിൻ്റെ ഇമ്പാക്റ്റ് അപ്പോൾ ഭയങ്കര ഇമ്പാക്റ്റാണ്. അതിങ്ങനെ ദൂരദർശനിൽ ഒരു പ്രൊഡ്യൂസർ കേൾക്കാനിടയായി ഈ പ്രോഗ്രാം. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഇത് ദൂരദർശന് കൊള്ളാമല്ലോ. അങ്ങനെ ശരിക്കും PR ശാരദ എന്ന് പറഞ്ഞാൽ ദൂരദർശൻ പ്രൊഡ്യൂസർ എന്നെ ദൂരദർശനിലേക്ക് വിളിച്ച് ഈ ഒരു നിമിഷം തന്നെ മലയാളത്തിൽ പേരിട്ട് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതോടെയാണ് എൻ്റെ വിഷ്വൽ ലൈഫ് ആരംഭിക്കുന്നത് മീഡിയയിൽ. അപ്പോൾ ഈ ദൂരദർശനിൽ ഇതിങ്ങനെ വന്നപ്പോൾ ആദ്യം ശരിക്കും അതൊരു 5 മണിക്ക് യൂത്തിൻ്റെ സമയത്തായിരുന്നു അത് ടെലികാസ്റ്റ് ചെയ്യാൻ വെച്ചത് ദൂരദർശൻ. ഈ പ്രോഗ്രാം നന്നായി വന്നിട്ടുണ്ട്, നല്ല തമാശയൊക്കെ ആയിട്ടുണ്ടെന്ന് വന്നപ്പോൾ അതവർ അന്നത്തെ ന്യൂസ് 7:30 ദൂരദർശനിൽ വലിയ ഹിറ്റാണ്. ന്യൂസിന് ശേഷം വരുന്ന പ്രോഗ്രാമൊക്കെ വലിയ ഹിറ്റാവും. അതിന് ശേഷം ഇട്ടു ഇത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ കണ്ടു. പക്ഷേ ഞാൻ ആ പ്രോഗ്രാം കാണാൻ ധൈര്യപ്പെട്ടില്ല. ഞാൻ മുറിക്കകത്തൊരു കഥ അടച്ചിരുന്നു. എൻ്റെ ഭാര്യയൊക്കെ അത് കണ്ടോളൂ ദൂരദർശനിൽ. കാരണം എനിക്കിത് എങ്ങനെ വരുമെന്നുള്ളതൊരു ടെൻഷൻ. പിന്നെ മാത്രമല്ല അതിനിടയ്ക്ക് ഒരു സുഹൃത്ത് സഹായിക്കുകയും ചെയ്തു. ഞാനിങ്ങനെ ദൂരദർശനിൽ റെക്കോർഡിങ് പോകുന്നതിന് മുമ്പ് തന്നെ ഈ കണ്ണാടിയിലൊക്കെ നോക്കി നമ്മുടെ മോന്ത എങ്ങനെയുണ്ടെന്നൊക്കെ നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ മോന്തയൊക്കെ ഒന്ന് നോക്കി, വലിയ കുഴപ്പമില്ലല്ലേ, മോഹൻലാലിനെ പോലൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ സ്വയം ചോദിച്ചപ്പോൾ ബാക്കിൽ നിന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, എങ്ങോട്ടാ? ഞാൻ പറഞ്ഞു, എനിക്ക് ദൂരദർശൻ വരെ ഒന്ന് പോകണം. എന്താ പരിപാടി? ഞാൻ പറഞ്ഞു, അവിടെ ഒരു ഷൂട്ടിംഗ് ഉണ്ട്. ഷൂട്ടിങ്ങോ? ആർക്ക്? ഞാൻ എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്, എനിക്കെന്താ വിശ്വാസമായില്ലേ? അപ്പോൾ പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, റേഡിയോയിൽ നിങ്ങളൊരു നല്ല ആർട്ടിസ്റ്റാണ്, നിങ്ങൾ ദൂരദർശനം പറയും, ഒന്നാമത് നിങ്ങളുടെ ഈ മോന്ത ടെലിവിഷന് പറ്റത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ ഉള്ള കോൺഫിഡൻസോടെ പോയി ഞാൻ ഒന്നുകൂടെ ഇങ്ങനെയൊക്കെ നോക്കി.
കണ്ണാടി നോക്കിയപ്പോൾ എനിക്ക് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒന്നും തോന്നുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന് അത് ഡിഫക്റ്റായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഈ കൺസ്ട്രക്ഷൻ പെശ ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അവിടെ ഇവിടെ കുഴിയും കൊണ്ടുമൊക്കെ ഉണ്ട്, ഇതൊന്നും പെയിൻ്റ് അടിച്ചാലും തീരത്തില്ലെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞ് ഞാൻ വിചാരിച്ച ഈ ശാരദ വീണ്ടും വിളിച്ചാൽ ഇന്ന് ഞാൻ വരണമെന്ന് ചോദിച്ചു. ഇന്ന് വരണം, എല്ലാവരും റെക്കോർഡിങ് റെഡി ആയിരിക്കുക. ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ ഒരു ഊർജ്ജമൊക്കെ ഉണ്ടാക്കി പോകാമെന്ന്. ശരിക്കും ആ സുഹൃത്ത് ഇപ്പോഴും നമുക്കിടയിലുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ ടെലിവിഷൻ കാണുമ്പോഴൊക്കെ അയാൾ വീട്ടിൽ നിന്ന് ആലോചിക്കുന്നുണ്ടാകും, ഇവൻ്റെ മോന്ത ടെലിവിഷൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ആളാണ് ഞാൻ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പിന്നീട് ഞാൻ ആലോചിച്ചപ്പം ഈ നാട്ടിൻപുറത്തുകാരൻ ഒരു ആവേശം വന്നു. അങ്ങനെയാണ് ഈ മോന്ത മാമുക്കോയ പ്രശസ്തനായ സിനിമ നടനായില്ലേ, എനിക്കെന്തോ പ്രശ്നം, ആ ഒറ്റ പോക്ക് പോയി കുടപ്പനെ കൊന്നി പോയി ഷൂട്ട് ചെയ്ത് ആ പ്രോഗ്രാം ഹിറ്റായി. അങ്ങനെയാണ് ആ പ്രോഗ്രാം ഹിറ്റായത്. അങ്ങനെ ഹിറ്റായി കഴിഞ്ഞപ്പോഴാണ് ആ പ്രോഗ്രാം ശരിക്കും ഒരുപാട് ആൾക്കാർ കണ്ടു, ഒരുപാട് റിവ്യൂ ഒക്കെ വന്നു. അപ്പോൾ ഇത് ഏഷ്യാനെറ്റിൽ നിന്നൊരു പ്രൊഡ്യൂസറുണ്ട്, സുജ എന്നൊരു പ്രൊഡ്യൂസറുണ്ട്. അപ്പോൾ അവരെന്നോട് ഏഷ്യാനെറ്റിലേക്ക് വിളിച്ചിട്ട് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്നത്തെ ഈ ദൂരദർശൻ്റെ കാര്യം എന്ന് വെച്ചാൽ 13 എപ്പിസോഡാണ്. എന്ത് കാര്യമായാലും അമ്മയുടെ കല്യാണമായാലും അച്ഛൻ്റെ മരണമായാലും 13 എപ്പിസോഡായി വരാൻ പാടും. അങ്ങനെയാണ് എൻ്റെ കണക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 1000 എപ്പിസോഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ നിൽക്കുന്ന ഇപ്പം അങ്ങ് ബോധം കെട്ട് വീഴാൻ തുടങ്ങി. അതൊന്നും പറ്റത്തില്ല, ഇത് 13-നപ്പുറം പോകാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ അത് ഏഷ്യാനെറ്റിൽ വരുമ്പോൾ അത് കുറച്ചുകൂടെ ഹിറ്റായി. അങ്ങനെ ഇതൊരു ഓരോരുത്തരിങ്ങനെ ആകസ്മികമായിട്ട് കാണുമോ ഇത് കേട്ടോ. ഒരു 4-5 എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഏഷ്യാനെറ്റ് അന്നത്തെ പരമാത്മ ജീവാത്മമായ ശശികുമാർ സാർ ഇത് കാണുന്നു. അപ്പോൾ ശശികുമാർ സാർ ഈ ടോക്ക് ഷോയുടെ ഒരു ആരാധകനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിനെ കൊണ്ടൊരു ടോക്ക് ഷോ ചെയ്യിക്കണം, ഇദ്ദേഹം ഇതിന് പറ്റിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആരുടെ ഒരു സൂത്രപ്പണിയാണ്, ഒരു ഗൂഢാലോചനയാണ്. എൻ്റെ പുതിയ പ്രോഗ്രാമിനെ തകർക്കാൻ വേണ്ടി. ടോക്ക് ഷോ എനിക്കറിയത്തില്ല, എങ്ങനെ അത് എറിക്കുമെന്നും അറിയത്തില്ല, ഞാൻ കണ്ടിട്ടുമില്ല, ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് ടോക്ക് ഷോ വന്നിട്ടുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പ്രോഗ്രാം കൊണ്ട് ഞാൻ ജീവിച്ചോളാം, എങ്ങനെയും പിഴച്ചു പോട്ടെ, ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞു. ഒരു ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്തു, സമ്മർദ്ദം ചെലുത്തി. അപ്പോൾ ഞാനൊരു എഗ്രിമെൻറ്റ് വെച്ചു, അഥവാ ഈ പ്രോഗ്രാം പൊളിഞ്ഞ് പാളിസായാൽ നിങ്ങൾ എൻ്റെ ജസ്റ്റ്മെൻറ്റ് വിടരുത്, അത് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 4 കാസറ്റ് എടുത്ത് എൻ്റെ തന്നു. ഓപ്ര വിൻഫ്രിയുടെ ലോക പ്രശസ്തമായ ടോക്ക് ഷോ ആയിരുന്നു അത്. അതെല്ലാം സെക്സ് റിലേറ്റഡ് ടോപ്പിക്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അത് പകുതി മനസ്സിലാവുന്നില്ല, ആക്സെൻറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ പകുതി കണ്ടിട്ട് ഞാൻ നിർത്തിവെച്ചു, ഇതിവിടെ വിൽക്കത്തില്ല. പിന്നെ ഞാൻ എന്നോട് പറഞ്ഞു വേണ്ട. പക്ഷേ അവരെന്നോട് പറഞ്ഞു നിങ്ങളൊരു ഫ്രീഡം എടുത്തുള്ളൂ. അപ്പോൾ ഈ ആകാശവാണിയിൽ നിന്ന് പ്രഭാത വീരുന്നൊരു പ്രോഗ്രാം ഉണ്ട്. എന്നുവെച്ചാൽ ഒരു 6:30 ആകുമ്പം ഒരു അമ്മച്ചി ഇരുന്ന്, എൻ്റെ തന്നെ സുഹൃത്തുക്കളായ ഉണ്ണികൃഷ്ണൻ, ഉണ്ണിത്താനെ പോലുള്ള ആൾക്കാരായിരുന്നു എൻ്റെ പിന്നിൽ. അപ്പോൾ രാവിലെ എന്തുവാ സാറേ പറയാൻ, രാവിലെ വെള്ളമില്ല വിളിച്ചൊരു മന്ത്രി രാവിലെ പോകുന്നതുണ്ട്, ഇയാൾക്കന്ന് വേറെ ഇങ്ങനെ പറയുന്ന ആവലാതികൾ പറയുന്നൊരു പ്രോഗ്രാം അതൊക്കെ. അപ്പോൾ അന്ന് വാർത്തയേക്കാൾ ഹിറ്റായത് ഈ പ്രഭാത വീര്, വാർത്തയല്ല ഹിറ്റെന്ന്, ഇതാ ഹിറ്റ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് അനുകരിച്ചാലോ എന്നാലോചിച്ചു. ഇതിൻ്റെ ഒരു ചെറിയ അവിടെ ഇവിടെയുള്ള ചില സാധനങ്ങൾ എടുത്തുകൊണ്ട് ടെലികാസ്റ്റ് ചെയ്തു. ആൾക്കാരത് കണ്ടു തുടങ്ങി, പിന്നെ ആൾക്കാരെ തലയെഴുത്തായി കാണുക. അങ്ങനെ വന്നൊരു പ്രോഗ്രാമാണ്. മലയാളത്തിലെ ആദ്യത്തെ ടോക്ക് ഷോ അതായിരുന്നു, നമ്മൾ തമ്മിൽ. എനിക്ക് തോന്നുന്നു ഷാഹിനൊന്നും ആ ഒരു ടൈം അറിയില്ല. എൻ്റെ പൊന്നുവിനെ ഒരു 30 വർഷത്തിന് മുമ്പുള്ള കഥയായത്. ഞാൻ 2005. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ കുറിച്ച് അമ്മ ആലോചിച്ചിട്ടുമില്ല. അതെ, അമ്മ ഒരു ചെറിയ കുട്ടിയായിരുന്നു. കറക്റ്റ്. സാറിന്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു? ഞാനൊരു കൊട്ടാരക്കര താലൂക്കിലെ ഒരു നാട്ടിൻപുറത്താണ് ജനിച്ചത്. മേലില എന്നൊരു ഗ്രാമമാണ്. അപ്പം ഇപ്പം മേലില കുറച്ച് ഫേമസ് ആയിട്ടുണ്ട്. ഞാൻ ഈ കൂടെ ഇങ്ങനെ നമ്മുടെ മോർണിംഗ് ഷോയിലൊക്കെ ഇങ്ങനെ പറയും മേലില. അപ്പോൾ ഈ മേലില ഞാനൊരു വാരികയിലൊരു സാധനം എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു ശരിക്കും ഒരു ടൂറിസ്റ്റ് സ്പോട്ടാകേണ്ട സ്ഥലമാണ് ഈ മേലില എന്ന് പറഞ്ഞു. എന്താ അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളിമാനൂർ എന്ന സ്ഥലത്തുനിന്ന് ഒരു 4 പേര് വണ്ടി പിടിച്ചങ്ങ് മേലിലേക്ക് പോയി. ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഞാൻ പറഞ്ഞു കളകളാരം പൊഴിക്കുന്ന അരുവികളും കേട്ടോ, വലിയ കുന്നും മലയും എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് അടിച്ചത് കാരണം ഈ കളകളാരവം എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഒരു വണ്ടി പിടിച്ചിട്ട് പോയി. ഇവരവിടെ കണ്ടു, ഒരു കളകളാരവും കണ്ടില്ല. ഇവർ മേലില ചുറ്റി നടന്നിട്ട് എൻ്റെ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഈ ടൂറിസ്റ്റ് സ്പോട്ടാകാൻ പറ്റുന്ന പ്രദേശം ഇവിടെ എവിടെയാണെന്ന് ചോദിച്ചു. എന്ത് സ്പോട്ട്? ടൂറിസ്റ്റ് സ്പോട്ട്. പുള്ളി ഇങ്ങനെ ഇവരെ വീണ്ടും നോക്കി, ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാം. ഇതാരാ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചതെന്ന് ചോദിച്ചു. അല്ല, അനിയൻ എഴുതിയിരുന്നു എവിടോ. പുള്ളി ഒരു തോട് കൊണ്ട് കാണിച്ചു, ഇതാണ് കളകളാരവം പൊഴിക്കുന്ന സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പക്ഷേ ഇപ്പോൾ ഫേമസ്, നല്ല ഗ്രാമമാണ്, ശുദ്ധന്മാരുടെ നാടാണ്. മാത്രം ഉദ്ദേശിച്ചിട്ടാണോ ശുദ്ധന്മാരുടെ? അല്ല, ഞാനായിരുന്നു കുഴപ്പക്കാരൻ, മറ്റുള്ളവർ പിന്നെയും ബെറ്ററാ. അവരുമായിട്ട് അവിടെ ഇതൊക്കെ അവരങ്ങാണ്ട് ഇരുന്ന് കാണുവാണെങ്കിൽ ഞങ്ങൾക്ക് എന്താടാ കുഴപ്പം എന്നവർ ചോദിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും മേലില എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ചതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ വിഷമം കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. സാധാരണ മനുഷ്യരാണ്. അപ്പോൾ ഞാനൊക്കെ എൻ്റെ ഒരു ഏറ്റവും വലിയ കുട്ടിക്കാല വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിൽ ചുമ്മാ നടക്കും കൂട്ടുകാരുമായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ ലുങ്കി എടുത്ത് വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, രാവിലെ കാപ്പി പിടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ അമ്മ വിളിച്ചു പോയൊരു ചോദ്യമുണ്ട്, നീ ഇന്ന് തിരിച്ചു ഇന്ന് വരുമോ എന്ന്. കാരണം ഞാൻ ഈ പോകുന്ന വഴിക്ക് 4 മിനിറ്റിനുള്ളിൽ ഏതെങ്കിലും കൂട്ടുകാരൻ വീണ്ടും അവിടെ കിടന്ന് കുറങ്ങും.
പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കും. ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ബാല്യമായിരുന്നു. ഒരു വലിയ എന്ന് വെച്ചാൽ പിന്നെ ഞാൻ പ്രധാനമായിട്ട് ഞാൻ ഒരു വ്യവസായിയായിരുന്നു ഈ കുട്ടിക്കാലത്ത്. ഞെട്ടരുത് കേട്ടോ. എൻ്റെ അച്ഛനൊരു റേഷൻ കട ഉണ്ടായിരുന്നു. Okay. അവിടുത്തെ കണക്കെഴുത്തുള്ള ഞാനായിരുന്നു. അപ്പം മാത്രമല്ല ഈ ഗോതമ്പിയാക്കിൻ്റെ പുറത്തിരുന്ന ഞാൻ ഈ ലോകം കണ്ടത്. സൂപ്പർ ഗോതമ്പാന്ന് കേട്ടോ. അപ്പോൾ ആ ഗോതമ്പിയാക്കിൻ്റെ പുറത്തിരുന്ന് ലോകം കണ്ട്. പക്ഷേ ഈ ഗോതമ്പിയാക്ക് ശരിക്കും ഇതിനൊരു ഉപയോഗം ഉണ്ടായി പിൽക്കാലത്ത്. ഇപ്പം ബാലകൃഷ്ണ സാറിൻ്റെ മണ്ഡലം ഇത് കൊട്ടാരക്കര. അപ്പോൾ സാറ് ഇടയ്ക്ക് ഇലക്ഷൻ പ്രമാണിച്ച് വരുമ്പോഴേ ഈ കസേരയിൽ കയറി ഇരിക്കേണ്ട സാർ മനഃപൂർവ്വം ഈ ഗോതമ്പിയാക്കിൻ്റെ പുറത്ത് കയറിയിരിക്കും. എൻ്റെ സീറ്റെന്ന് പോവും. പക്ഷേ സാർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കസേരയിരിക്കും. അത് വേറെ കാര്യം. അപ്പോൾ സാറിനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ഇടേ നമുക്ക് ഈ ഗോതമ്പിയാക്കിൻ്റെ മണമൊക്കെ ഇഷ്ടമാടേ, അതുകൊണ്ടാണ് ഇരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഗോതമ്പിയാക്കിൻ്റെ പുറത്ത് കയറിയതാണ്. 2ാം വർഷം MA പഠിക്കുമ്പോഴാണ് ചാക്കിൻ്റെ പുറത്ത് ഇറങ്ങിയത്. അങ്ങനെ എത്ര ചാക്കുകൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയതറിയാം. അല്ല അവിടെ ഞങ്ങളുടെ നാട്ടിലെ 2 കാര്യത്തിൽ ഞാൻ പ്രതിഭയായിരുന്നു. ഒന്ന്, ഈ നമ്മുടെ റേഷൻ കടയിലെ മണ്ണെണ്ണ ബാരലില്ലേ, മണ്ണെണ്ണ ബാരലിൽ നിന്ന് പ്ലാസ്റ്റിക് ട്യൂബ് വെച്ച് മണ്ണെണ്ണ പിടിക്കുന്നതിൽ അതിവേഗ സ്പീഡുള്ള ഒരാളായിരുന്നു ഞാൻ. ആ പഞ്ചായത്തിലെ പ്രതിഭ ഞാനായിരുന്നു, ഏറ്റവും വേഗം. എന്ന് മാത്രമല്ല, ഞാനിങ്ങനെ മണ്ണെണ്ണ പിടിക്കുന്ന കണ്ടുകൊണ്ട് അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് വേറെ റേഷൻ കടയുണ്ട്. അദ്ദേഹം എന്നോട് വെച്ച് പറഞ്ഞു, മോനെ നിനക്ക് ഇതിനകത്ത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, നീ ഇങ്ങോട്ട് വാ, നീ ഇവിടെ ഈ ബാറിൽ നിന്ന് കുറച്ച് മണ്ണെണ്ണ പിടിക്കാൻ പറ്റും. അങ്ങനെ മണ്ണെണ്ണ പിടിച്ചാൽ മണ്ണെണ്ണ കുറച്ച് പിടിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ജീവിതത്തിൽ മണ്ണെണ്ണ? അത് ഭയങ്കര സ്പീഡ് കുടിച്ചല്ല, മണ്ണെണ്ണ ട്യൂബ് വഴി പിടിച്ചിട്ടുണ്ടോ ബാറിൽ നിന്ന്? റേഷൻ കട കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇനിയൊന്ന് കാണണം എന്തായാലും. അപ്പോൾ ഈ മണ്ണെണ്ണ പിടിക്കുന്നതായിരുന്നു അതിനകത്തൊരു പഞ്ചായത്ത് പ്രതിഭയാണ്. പിന്നെ ഞാൻ ഒരു പഞ്ചായത്ത് പ്രതിഭയായത് വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഹിന്ദു പത്രത്തിനകത്ത് പഞ്ചസാര കുമ്പിട് കുത്തി കൊടുക്കും. ഈ കുമ്പിട് വളരെ ഫാസ്റ്റായിട്ട് കുത്തുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതിലും ഞാനൊരു പഞ്ചായത്ത് പ്രതിഭയായിരുന്നു. അപ്പോൾ ഈ 2 കാര്യത്തിൽ മണ്ണെണ്ണ പിടുത്തം കുമ്പിട് കുത്തലും ഇത് 2 പേരും നമ്മുടെ പരിപാടി. അപ്പം ഞാൻ അതുകൊണ്ട് ഈ നമ്മൾ ആൾക്കാരെ ബുദ്ധിമുട്ടുന്നതൊക്കെ നമ്മൾ കണ്ടു വളർന്നതാണ് എല്ലാ രീതിയിലും. അപ്പോൾ അത് ആ റേഷൻ കട എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. 2ാം വർഷം MA ആയപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ എന്നോട് ചോദിച്ചു, എന്തുവാ നിൻ്റെ ആഗ്രഹം? ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛാ ഇന്നലെ ഞാൻ നോക്കിയാൽ കൊല്ലം ജില്ലാ കളക്ടർ ഇതിലേക്കൂടെ പൊടിയും പറപ്പിച്ചുകൊണ്ട് പോകുന്ന കാരണമാണ്, എനിക്കൊന്ന് IAS എഴുതി ഒന്ന് കളക്ടറാവണം. അപ്പോൾ എൻ്റെ കാരണം IAS എഴുതിയോടെ പിറ്റേന്ന് കളക്ടറാവുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് കളക്ടറാവണമെന്ന്. അപ്പോൾ അച്ഛനും ആവേശമായി. അച്ഛൻ അങ്ങനെ നീ റേഷൻ കട ഇരിക്കണ്ട, അപ്പോൾ നീ പൊയ്ക്കോളാം. പിന്നെ അച്ഛൻ ഇഷ്ടം പോലെ പൈസ എനിക്ക് തരാൻ തുടങ്ങി. കാര്യം കാശ് കൂടുതൽ തരുവാണെങ്കിൽ എളുപ്പം IAS എഴുതാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ IAS 2 തവണ എഴുതി. എൻ്റെ ഫൈനൽ പരീക്ഷ 2 തവണ എഴുതി, നല്ലതുപോലെ തോറ്റു. പക്ഷേ ഈ വഴിയെ പോയി ഒരുത്തൻ ഈ പരീക്ഷ ഞാൻ എഴുതാൻ പോയത് കണ്ട് ഞാൻ പരീക്ഷ എഴുതിയിട്ട് വരുവായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ. അപ്പോൾ തിരുവനന്തപുരം അരുൾജ്യോതി എന്നൊരു ഹോട്ടലുണ്ട്. ആ അരുൾജ്യോതി ഹോട്ടലിൻ്റെ വരാന്തയിൽ ഒരുത്തൻ മസാല ദോശയും കഴിച്ചിട്ട് നിൽക്കും. എൻ്റെ കൂടെ ഉള്ളൊരു സുഹൃത്താണ്, നാട്ടിലുള്ള സുഹൃത്താണ്. അവൻ എന്നോട് ചോദിച്ചു, നീ എവിടെ പോയി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സിവിൽ സർവീസ് എഴുതാൻ പോയിട്ട് വരുമെന്ന്. നീ സിവിൽ സർവീസ് എഴുതാനോ? മണ്ടത്തരം പറയാറാ. ഞാൻ ഇപ്പം പരീക്ഷ കഴിഞ്ഞിട്ട് വരാം, ചോദ്യപേപ്പർ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് പുള്ളി വിശ്വസിച്ചത് എഴുതിയെന്നുള്ളത്. അപ്പോൾ മെയിൻ പരീക്ഷ എന്ന് പുള്ളി ഒന്നുകൂടെ ഞെട്ടി. കാരണം ഈ പ്രിലിമിനറി തന്നെ വീണു പോകും മിക്കവാറും. യവനങ്ങ് ഇരുന്നങ്ങ് ചിരിക്കുക. നീ പരീക്ഷ എഴുതുന്നു, നട റോഡിലേ ടാർ റോഡിൽ ഇരുന്നങ്ങ് ചിരിക്കുക. യവൻ ചിരിച്ചത് വെറുതെ ആയില്ല. അടുത്ത വർഷം അവനിത് എഴുതി പാസ്സായി. എന്നുവെച്ചാൽ അവൻ എന്നോട് പറഞ്ഞത്, ആ ശ്രീകണ്ഠൻ എഴുതിയ പരീക്ഷ ഏത്, അത്ര ലാഘവത്തോടെ അവനിതിനെ കണ്ടത്. അവൻ രക്ഷപ്പെട്ടു പോയി. അവൻ അവസാനം വളരെ സീനിയറായിട്ടുള്ള ഡിഫൻസ് കൺട്രോളറൊക്കെ ആയി. IDS കിട്ടിയവൻ, ഇന്ത്യൻ ഡിഫൻസ് സർവീസ്. അപ്പോൾ ഈയിടെ മരിച്ചുപോയി. അത് ഞാൻ ആളിനോട് പറയാം, നമ്മുടെ പത്തനാപുരത്ത് MLA ആയിരുന്ന പ്രകാശ് വാസറിൻ്റെ അനിയൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ അച്ഛന് വലിയ പ്രശ്നമില്ല. കാരണം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ റേഡിയോ കൂടെ എൻ്റെ പേര് കേൾക്കുന്നുണ്ടല്ലോ. ആ സമയത്തൊക്കെ ഞാൻ റേഡിയോ സ്റ്റേഷനിലൊക്കെ ആയി. അതുകൊണ്ട് കളക്ടർ ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു റേഡിയോ കളക്ടർ ആയല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു മലയാളികൾ ഇത്രത്തോളം പരിചിതമായ ഒരു ശബ്ദം എവിടെ കേട്ടാലും സാറിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് തിരിച്ചറിയും. ഞാനൊരിക്കലും ഈ IAS പാസ്സായിട്ടുള്ള 4-5 പെൺകുട്ടികളെ ഒരു ടോക്ക് ഷോ കൊണ്ട് ഇത് ചോദ്യം ചെയ്തപ്പോൾ ഞാനതിലെ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു, എടോ കുട്ടി, ഞാനും താനും തമ്മിലൊരു പഴയ ബന്ധം ബാക്കിയെടുപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമാണ്, ഞാൻ കൊച്ചാകെ വിഷമിച്ചു കേട്ടോ, ഞാൻ ആദ്യം സാറിനെ കാണുന്നത്. ഞാൻ പറഞ്ഞു, ഇയാൾ ഇപ്പോൾ എഴുതി ജയിച്ച പരീക്ഷ ഉണ്ടല്ലോ, അത് നന്നായിട്ട് എഴുതി തോറ്റവനാണ് ഞാൻ തോറ്റവനും ജയിച്ചവനും തമ്മിൽ ബന്ധമില്ലേ, അതുണ്ടെന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് അപ്പോഴാണ് സമാധാനമായത്. ഇതെന്തുവാ ഈ ബന്ധമെന്ന് അറിയില്ല. അപ്പോൾ ഇത് ഒരുപക്ഷെ ഈ സിവിൽ സർവീസിലേക്ക് പോയിരുന്നെങ്കിൽ ഭയങ്കര അബദ്ധമായി പോയെന്ന് എനിക്ക് തോന്നി. കാര്യം എന്നറിയോ, ഞാനൊരിക്കൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹത്തിൻ്റെ മുറിയുടെ മുമ്പിലേക്ക് പോയപ്പോൾ എൻ്റെ കൂടെ അതേ ഹാളിൽ നിന്ന് പരീക്ഷ എഴുതി ജയിച്ച ഒരു IAS ഓഫീസർ ഇറങ്ങി വരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ സീനിയർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മുഖമൊക്കെ ഇത്തിരി മ്ലാനമാണ്, അത്ര എന്തോ ദാരിദ്ര്യം പോലെയാണ് അങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? മുഖ്യമന്ത്രിയുടെ കുറേ ചീത്ത കിട്ടി. ഞാൻ എന്ത് പറ്റി? ഒരബദ്ധം പറ്റി, അതിനെക്കുറിച്ച് ചീത്ത പറഞ്ഞു, അങ്ങനെ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ സിവിൽ സർവീസ് തോറ്റ നന്നായില്ലേ? വളരെ നന്നായി,
നിനക്കിപ്പോഴും അകത്തോട്ടൊരു മിസ്റ്റർ ഉമ്മൻചാണ്ടി നിങ്ങളെപ്പോലൊരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കാമല്ലോ. ഞാൻ ചീത്തയും കേട്ടിട്ട് വരികയാണോ? അപ്പം ഞാൻ നീ ഉറപ്പിച്ച് പറയുകയാണോ? ഇപ്പോഴും പുള്ളിക്കാരനുണ്ട്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ് തോറ്റ നന്നായിരുന്നു. അതെനിക്ക് നേരത്തെ തോന്നിയത്. നന്നായിന്ന് അന്നേ മനസ്സിലാക്കിയിരുന്നു. അതെന്ന് വെച്ചാലേ ഇത് നമുക്ക് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ്റെ കുപ്പായി, ഞാൻ സെൻട്രൽ ഗവൺമെൻറ് കുറേ കാലം ജോലി ചെയ്താണല്ലോ. അപ്പോൾ ഈ നമുക്ക് കുറേയൊക്കെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം, പക്ഷെ പരിമിതിയുണ്ട് അവിടെ. കാര്യം ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വിട്ടുപോകാൻ പാടാണ് നമുക്ക്. ഞാൻ എവിടെയോ ഒരു ഇന്റർവ്യൂവിൽ വായിച്ചിരുന്നു, സിനിമ സാറിന് ആഗ്രഹം ഉണ്ടായിരുന്നു, ആക്ടിങ് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഈ മോഹൻലാലിൻ്റെ സിനിമയൊക്കെ കാണുമ്പോഴേ ഞാൻ വിചാരിച്ചു മോഹൻലാലായാലും അഭിനയിച്ചാലോ, എല്ലാവരും ശ്രമിക്കുന്ന കാര്യം ഒന്ന് മോഹൻലാലായാലും. പിന്നീട് സിനിമയിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്ര എളുപ്പമുള്ള പണിയല്ല, ഇടപാട് തീർന്നു പോകുന്നു മനസ്സിലായി. ഒരു മോഹൻലാലേ ഉള്ളൂ എന്നെനിക്ക് മനസ്സിലായി. പിന്നീട് സ്കോപ്പില്ല. അപ്പൊ അതെന്തുകൊണ്ടാ അല്ല, ഞാൻ സിനിമയിൽ ഒരു സ്ക്രിപ്റ്റ് എഴുത്തുകാരനായിട്ടാണ്. ആ സിനിമ അഭിനയിക്കാൻ താല്പര്യം? ഞാൻ അഭിനയിക്കാൻ ചെന്നപ്പോഴേ എന്നെ റേഡിയോയും ടെലിവിഷനും വല്ലാണ്ട് സ്വാധീനിക്കും എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഓവർ ആക്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയ പരിപാടിയല്ല. ക്യാമറയുടെ മുമ്പിൽ ചിലപ്പോൾ പറ്റിയേക്കും. അന്ന് എനിക്ക് ഓവർ ആക്ടിങ് വരുന്നതായിട്ട് ക്യാമറമാനൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ഞാൻ ഒരു ഇടിപ്പടം എഴുതിയിട്ടുണ്ട്. ഒരു ഇടിപ്പടം, ആദ്യം ഇടിയിലാണ് തുടങ്ങുന്ന സിനിമ, ഇടിച്ചങ്ങ് തീരുകയും ചെയ്യും. നമുക്കൊരു ടെൻഷനും ഇല്ല. പ്രേക്ഷകൻ കണ്ടു, ഇടിച്ചു തീർന്നു, സന്തോഷമായിട്ട് വീട്ടിൽ പോകും 2 മസാല ദോശയും കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇടി സിനിമ ഞാൻ എഴുതിയിട്ടുണ്ട്. 4-ാം കെട്ടിലെ നല്ല തമ്പിമാർന്ന സൂര്യ TV-യിൽ അത് ഇരിപ്പുണ്ട്. ഞാൻ വേറൊരു സിനിമ എഴുതി, അതുകുറിച്ചുള്ള ഒരു തമാശയൊക്കെ, രാജതന്ത്ര സിനിമ, അത് ഏഷ്യാനിലാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം എഴുതിയപ്പോഴേ എനിക്ക് ഇങ്ങനെ തോന്നിയപ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചുമ്മാ ഒന്ന് കൊമ്പ് കോർത്തു ഒരിക്കൽ ഒരു രാത്രി പുള്ളി പറയുന്ന പലതും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ സത്യം പറയാൻ പറ്റിയ സ്ഥലമല്ലയോ ഇത്, എനിക്കൊരു സംശയം തോന്നി. ഞാൻ അന്ന് രാത്രി ഇദ്ദേഹത്തോട് ഏറ്റുമുട്ടി ജീവിതങ്ങളെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തോ അപ്പോഴത്തെ അന്തരീക്ഷം, സിനിമയുടെ അന്തരീക്ഷം എനിക്കെന്തോ പൊരുത്തപ്പെടാൻ പറ്റാതെ ഞാൻ അവിടെ ഒരു ചെക്ക് എഴുതി വെച്ചു. 5000 രൂപ അഡ്വാൻസ് ഈ പ്രൊഡ്യൂസറിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 5000 രൂപയുടെ ചെക്ക് അവിടെ എഴുതി വെച്ചിട്ട് ഞാൻ മടങ്ങുകയാണ് തിരുവനന്തപുരത്തേക്ക്. ഈ ലോകം എനിക്ക് പറ്റിയതല്ലെന്ന് ആരോ എന്നോട് വിളിച്ചു പറയുന്ന പോലെ നമുക്കിനി തിരുവനന്തപുരത്ത് കാണാം, ബൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. രാത്രി ഒരു 11 മണിക്ക് എഴുതി വെച്ചിട്ട് ഞാൻ നട്ടപ്പാതിരക്കുള്ള വണ്ടി കയറി സ്ഥലം വിട്ടു. ബസ്സിലാണ് കയറി പോയത്. അങ്ങനെയാണ് എൻ്റെ സിനിമാ ജീവിതം അവസാനിച്ചത്. പിന്നീട് ഞാൻ ഒത്തിരി കാലം കഴിഞ്ഞ് സിനിമക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണെങ്കിലും ഇപ്പോഴും സിനിമ എന്നെ മോഹിപ്പിക്കുന്നില്ല. ഞാൻ പിന്നെ ഇതൊരു തൊഴിലായിട്ടേ കാണുന്നു. ഒരാൾ കുന്താലി കളിക്കുന്നു, ഒരാൾ തെങ്ങിന് തടം തുറക്കുന്നു, ഒരാൾ TV-യിൽ വർക്ക് ചെയ്യുന്നു, ഒരാൾ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നു. ഇതങ്ങനെ കണ്ടാൽ നമുക്ക് ഈ സ്റ്റാർഡം ഇതൊന്നും നമ്മളെ തളർത്തത്തില്ല. കാര്യം നമ്മൾ അഥവാ ഇയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ സ്റ്റാർഡം ഇങ്ങനെ ഇയാൾക്ക് അങ്ങ് കുഴപ്പമായിട്ട് വരുവാണെങ്കിൽ ഇയാൾ ഏതെങ്കിലും ലൈബ്രറി കയറി നോക്കണം, എത്ര പുസ്തകം അവിടെ ഇരിക്കുന്നത് വായിച്ചിട്ടുണ്ട്, ഒരു ദിവസം വായിച്ചു കാണത്തില്ല. പിന്നെ ഇയാൾ ആലോചിക്കണം, ഗാന്ധിജി ലോകം മൊത്തം പറയുന്നുള്ളത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ ജീവിച്ചു പോയില്ല ഇവിടെ. അപ്പം നമ്മൾ അതിലും സെലിബ്രിറ്റി സ്റ്റാർഡം നമ്മളെ തളർത്തുവാണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഇന്ത്യയിലല്ലാണ്ട് 140 കോടി ജനമില്ലേ, കേരളത്തിലുള്ളൊരു 3.5 കോടിയേ ഉള്ളൂ. അത്രയും ആൾക്കാരെ നിങ്ങളെ അറിയും മാക്സിമം വന്ന്. അപ്പോൾ നിങ്ങൾക്ക് ശല്യമില്ല, സുഖമായിട്ട് ഉറങ്ങാം അല്ലേ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്റ്റാർഡം പൊടിച്ചു വെച്ചിരിക്കുക. അങ്ങനെ ഒരു സ്റ്റാർഡം ഇല്ലെന്ന് കാര്യം. ടെലിവിഷനിലൊക്കെ പ്രത്യേകിച്ച് മനുഷ്യനൊന്നും അത് മറക്കാനുള്ള കഴിവ് ഭയങ്കരമാണ് മലയാളിക്ക്. 10 ദിവസം കണ്ടില്ലെങ്കിലുണ്ടല്ലോ, എന്താ പേരെന്ന് ചോദിക്കും, ഇവിടെ വീടെന്ന് ചോദിക്കും, എന്തോ പണി ഇപ്പോൾ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ മുന്നോട്ട് പോവുക. സാർ ഇപ്പൊ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത്. അപ്പൊ നമ്മൾ മനുഷ്യരാണല്ലോ, നമുക്ക് പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാവുമല്ലോ. ഞാൻ ഇതുവരെ സാറിനെ എപ്പോഴും ചിരിച്ചുകൊണ്ട്, എപ്പോഴും ഹാപ്പി ആയിട്ട്, എപ്പോഴും ഒരു ഓറ ചുറ്റിനും കൊടുക്കുന്നവർക്ക് കൊടുക്കുന്ന രീതിയിലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഡെയിലി ഈ മോർണിംഗ് ഷോ ചെയ്യുമ്പോഴൊക്കെ ഡെയിലി നമ്മളുടെ എല്ലാ ദിവസവും മൈൻഡ് ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എല്ലാ ദിവസവും ഹാപ്പിനെസ് തന്നെ ഉണ്ടാവണമെന്നില്ല. എങ്ങനെയാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഈ ആൾക്കാർ എല്ലാ ദിവസവും നമ്മൾ രാവിലെ കണ്ട് ഇപ്പോൾ ഇത് റേഡിയോ പോലെ ആൾക്കാരിപ്പോൾ ഈ മൊബൈലിൽ നമ്മുടെ 24 ന്യൂസ് ഇട്ടിട്ട് നമ്മുടെ ഈ കാപ്പി കപ്പിൻ്റെ ഇടയിൽ അങ്ങ് വെച്ചേക്കുക. അപ്പോൾ സമയമൊക്കെ പറയും, ഇയാൾ ചിലപ്പോൾ ഡയലോഗുകളൊക്കെ അടിക്കും, അതിൽ കുഴപ്പം, ചേച്ചി അവിടെ ഭക്ഷണമൊക്കെ റെഡിയാക്കും. അപ്പോൾ ഇതെല്ലാം വീട്ടമ്മമാർക്ക് ഇത് റേഡിയോ പെട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഇരുമ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോന്തയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കും. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഒരു തലേന്ന് കുറേ പൊട്ടിയിടും, ഏഷ്യൻ പെയിൻസിനകത്ത് ശക്തിയൊക്കെ പകർന്ന് നല്ല കിടിലമായിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്യൂസ്. ഇപ്പം നമ്മൾ ശരിക്കും ഈ ചാനൽ നടത്തുന്ന ആളിന് അവതരാനുള്ള കുഴപ്പം എന്നറിയുമോ? അപ്പം 10 ലിറ്റർ ലീഡ്സിന് അടിക്കാനുള്ള ചെക്ക് നമ്മൾ കൊടുത്തിട്ട് മടങ്ങിപ്പോയി. നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചെവി കൂടെ പറയായിരിക്കും അങ്ങനെ തിരക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ചെക്ക് ഇപ്പം എഴുതും, കാശില്ലല്ലോ. അപ്പോൾ അതോടെ നമ്മുടെ മോന്തമല്ലേ, ചെക്ക് മടങ്ങിയല്ലോ. അപ്പോൾ ഈ ഭരണപരമായ കാര്യങ്ങൾ നമ്മളിങ്ങനെ തളർത്താൻ തുടങ്ങും. അല്ലെങ്കിൽ ആരെങ്കിലും വേലിയാടി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇവരൊക്കെ പറയുമ്പോൾ അവതാരകൻ ഇതൊന്നും പറ്റിയ പരിപാടിയില്ല. അവതാരകൻ പ്രേക്ഷകർ കാണുന്ന എന്താ പറയുക, അവതാരകൻ ഒരു യന്ത്രം പോലെയാണ്. ഞാൻ വന്നു, നമസ്കാരം,
ഇങ്ങനെയുണ്ട് ഈ സ്റ്റൈൽ. അപ്പം നമുക്ക് വേറൊരു വികാരവും ഇല്ല. അതുപോലെ തന്നെ ഇവർ ആലോചിക്കാതെ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നലെ കണ്ടില്ലല്ലോ, 365 ദിവസം നമ്മളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇയാൾക്ക് ഇത് തന്നെ പരിപാടി, എഴുന്നേറ്റ് അവിടെ രാവിലെ ടി വിക്ക് മുന്നിൽ വന്നിരിക്കുക. അപ്പോൾ ഞാൻ പലപ്പോഴും പിന്നെ ഞാൻ ചെയ്തൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രേക്ഷകൻ എന്ന് പറയുന്ന ആളും പ്രക്ഷേപകനും തുളെ കയറ്റി നടക്കാമെന്നാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 24 കണക്ട് എന്നൊരു പദ്ധതി തന്നെ ഉണ്ടാക്കി, ആൾക്കാരെ സഹായിക്കാനൊക്കെ ആയിട്ട്. അതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്യാവശ്യം കാശുള്ള മലയാളികളൊക്കെ ഉണ്ടല്ലോ, അവരുടെ നിന്ന് അച്ഛാ മോനെ പോറ്റിയൊക്കെ പറഞ്ഞ്, അച്ഛാ പോറ്റി എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗമാണ് കേട്ടോ മോനെ, താണു വീണ് തൊഴുത് പറഞ്ഞെന്നുള്ള അത് വാങ്ങിച്ച് കുറച്ച് കാശ് വാങ്ങിച്ച് പാവടന് കൊടുക്കുക. അപ്പോൾ പ്രേക്ഷകനും പ്രക്ഷേപകനും ഒന്നാ എന്നുള്ളതാണ് എൻ്റെ ഇത്. ഈ 24 കണക്ട് എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് ഓൾ മലയാളീസ് അക്രോസ് ദ വേൾഡ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ്സ് എടുത്താലും മീഡിയ ഇവിടെ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. മീഡിയ കോമ്പറ്റീഷൻ കൂടിയപ്പോൾ എന്താ പറയുമോ, ഈ ഭയങ്കര ജാഗ്രതയെക്കാളും ഈ മത്സരത്തിൽ ജയിക്കുക എന്നുള്ള സംഭവത്തിലാണ് കിടക്കുന്നത്. അതിൻ്റെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വാർത്തകൾ ചെക്ക് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ശ്വേത ഒരാളെ കാണാനില്ല എന്ന് ഒന്ന് വാർത്ത കൊടുക്കാമെന്ന് എന്നോട് വിളിച്ചു ചോദിച്ചാൽ നമ്മൾ അവൻ്റെ 4000 പേര് എഴുതി നോക്കും, അവൻ എവിടെയാണ്, എവിടെ പോയി, എങ്ങനെ പോയി, അവൻ വണ്ടി കയറിപ്പോയോ, അതെല്ലാം. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ ഈ നമ്പറിൽ വിളിക്കും, ഹലോ മധുസൂദനെ കാണുന്നില്ല അല്ലേ, അപ്പോൾ പറഞ്ഞ് മധുസൂദനെ കാണുന്നില്ല, ഇന്നുപോലെ കാണാനില്ല, ഇന്നലെ വരെ കാണാനില്ല, കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടോ, പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് കൊടുത്തു, പോലീസ് സ്റ്റേഷൻ വിളിക്കും, SI ആണോ, അല്ല CA, കുഴപ്പമില്ല, എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരാളിനെ കാണാതായാലോ, കേസ് വന്നിട്ടുണ്ട്. ഉടനെ തന്നെ ഇവൻ്റെ 2 വരിയും കൂടെ വെച്ചിട്ട് ഒരു വാർത്തയും കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയും ചെക്ക് ചെയ്യാനുള്ളൊരു സാവകാശം ഇപ്പം ഇല്ല. ഭയങ്കര ഫാസ്റ്റാണ്. കാരണം ഇത് അല്ലെങ്കിൽ ഇത് അപ്പം തന്നെ ഏതെങ്കിലും ഓൺലൈനിൽ വരും. പിന്നെ ഓൺലൈൻ കാലം ഈ നമ്മുടെ ഈ ഷാഹിൻ്റെ കൂട്ടുള്ള ആൾക്കാരെ അവരും പ്രക്ഷേപകരാണല്ലോ. അവർ ഈ സംഭവം ഫേസ്ബുക്ക് അങ്ങോട്ട് ഓൺ ചെയ്തിട്ടേ അങ്ങ് പ്രക്ഷേപിക്കാം. ഈ കേരളത്തിൻ്റെ ഓൺലൈൻ്റെ അത്രയും പ്രക്ഷേപകർ ലോകത്തെങ്ങും ഇല്ല കേട്ടോ. ഏതാണ്ട് 5 ലക്ഷം യൂട്യൂബ് ബ്ലോഗർമാരുണ്ട് ഇവിടെ കേരളത്തിൽ. ഇന്ത്യയിൽ ആകെ 7.25 ലക്ഷമേ ഉള്ളൂ. അതിൽ മെജോറിറ്റി കേരളത്തിലായി. മാത്രമല്ല കാണുന്നവരൊക്കെ ഇപ്പോൾ പറയുന്നത് എന്തുവാ ജോലി, ഇപ്പോൾ പണിയെന്തെങ്കിലും, ഞാൻ യൂട്യൂബ് ചാനൽ നടത്തുക, അപ്പോൾ അതുകൊണ്ട് ജീവിച്ചു പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വരുമാനം. ഞാൻ ഈയിടയ്ക്ക് എന്നെ ഒരു കുട്ടി ഞെട്ടിച്ച് കളഞ്ഞു. ആ കുട്ടി BCom എന്തോ പാസ്സായിട്ട് വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, മറ്റേതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ സംഭവം ഒരു യൂട്യൂബ് ചാനൽ കുക്കറി ഷോ തുടങ്ങി. ഇപ്പോൾ ആ കുട്ടിക്ക് ഒരു മാസം 5.5 ലക്ഷം വരെ വരുമാനമുണ്ട്. ആസ് എ ഹ്യൂമൻ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രൗഡ് തിങ് ഫീൽ ചെയ്തിട്ടുള്ളത് യാത്രകൾ കൊണ്ടാണ്. നമ്മൾ ഒത്തിരി ആളുകളെ കാണും, എന്താ പറയുക, ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ബന്ധങ്ങളും സ്നേഹങ്ങളും ഒക്കെ അറിയും. സാറിന് ഒബ്വിയസ്ലി സാറിനെ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ ഒരു കംഫർട്ട്, ഇപ്പോൾ സാറിന്റെ ഓഫീസിലേക്ക് വരുന്ന ആൾക്കാരിൽ ഒരു 90, ഇൻക്ലൂഡിങ് മീ, ഞാനടക്കം സാറിന് ആവശ്യമുള്ള ആൾക്കാരായിരിക്കുമല്ലോ സാറിന്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ അതൊരു കംഫർട്ട് സോണിൽ മാത്രമായിട്ട് സാർ ഒതുങ്ങുകയും സാറിന് ഒരു പുറം ലോകത്തേക്കുള്ള ഡോറ് സാറ് തന്നെ ക്ലോസ് ചെയ്തായിട്ട് എപ്പോഴും എനിക്കെന്താ പറയുമ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ലൈഫിൽ യാത്ര അല്ലെങ്കിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക, അതൊക്കെ നമുക്ക് നല്ല സംഭവമായിരുന്നു. അപ്പോൾ എനിക്കൊക്കെ ഈ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ കുളപ്പാറ മല എന്നൊരു മലയുണ്ട് ഈ മേലിൽ, വലിയൊരു ഉയരം കൂടി ഒരു മലയാണ്. അപ്പോൾ ഈ കുളപ്പാറ മല കാണാനൊക്കെ ഞാൻ കൊല്ലം നമ്മുടെ കൂടെ പഠിക്കുന്നവർ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. എൻ്റെ അമ്മ നല്ല ചോറൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ ഈ കുളപ്പാറ മലയിലേക്കൊരു യാത്ര ദൃശ്യചുളങ്ങനെ കണ്ടാൽ ചിലപ്പോൾ ഒരു എപ്പിസോഡിന് സ്കോപ്പാണ് അത്. അപ്പോൾ ആ മലയുടെ മണ്ടയിലൊക്കെ കയറി നമ്മൾ എത്രയോ മണിക്കൂറുകൾ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇന്ന് മാത്രമല്ല നമ്മുടെ ബോഡിയുടെ റെസിസ്റ്റൻസ് പവറൊക്കെ വളരെ കുറഞ്ഞു. ഒരു പനിയും കൊണ്ടൊരാൾ വഴിയെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെയുള്ളൊരു നമ്മളപ്പോൾ ലൈഫിൽ എന്താ പറയുക, ഈ AC മുറിയിൽ നിന്ന് AC മുറിയിലേക്ക് നീളുന്ന ഒരു ജീവിതമാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടും. പക്ഷേ ഞാൻ പിന്നീട് ആലോചിച്ചെന്നറിയോ, ഓരോരുത്തർക്കും ഓരോ അവതാര ലക്ഷ്യമുണ്ട്. നമ്മൾ ഈ ടെലിവിഷൻ്റെ മുമ്പിൽ നാട്ടുകാരുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ അത് അവർ മടുക്കാത്തത്തോളം നിങ്ങൾ ഇത് തുടരുക, ഇതാണ് നിങ്ങളുടെ പണി. കുറച്ച് കഴിയുമ്പോൾ പിന്നെ എൻ്റെ ഒരു തോട്ടം എന്താണെന്നറിയുമോ, ഒരാളിന് ഒരു സുഖമരണം കിട്ടുന്നതറിയാം. അയാൾക്ക് ഇഷ്ടമുള്ളൊരു ജോലി ചെയ്ത് പാഷനേറ്റായിട്ട് പ്രവർത്തിച്ച് ആ ജോലിക്കിടയിൽ തന്നെ ഒന്ന് മരിച്ചു വീഴുക. എന്താ കുഴപ്പം? അപ്പോൾ എന്നിട്ട് ഈ ടെലിവിഷനിലാകുമ്പോൾ നേട്ടമെന്ന് അറിയാമോ, ഈ നമ്മൾ ചിലപ്പോൾ സമയത്ത് ഈ ക്യാമറമാരോടൊക്കെ രഹസ്യമായിട്ട് പറയും, ഇവർ വികാരഭരിതരും വല്ലതും ആവുകയാണെങ്കിൽ കുറച്ചൊന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചേക്കണമെന്ന് പറയും, ഷോട്ട് ക്ലോസ് ആയിട്ട് എടുക്കണമെന്ന് പറയും. അപ്പം നമ്മളെങ്ങാനും ഫ്ലോറിലെങ്ങാനും തലയുറ്റി വീണ് കാഞ്ഞു പോയാലുണ്ടല്ലോ, ഇവർ മുഴുവൻ സാധനം എടുക്കും. കാര്യം എന്താ പറയുക, ഇതൊരു 10 മണിക്കൂറുള്ള മെറ്റീരിയലായി കിടക്കുന്നത് മൊത്തം എടുത്ത് അവർ കംപ്ലീറ്റ്. വേറെ തമാശയാക്കണോ, ഈ പത്രങ്ങളിലും ടെലിവിഷനിലും ഒക്കെ തന്നെ ഈ ആളുകൾ മരിക്കാനൊക്കെ കിടക്കഴിഞ്ഞാൽ ഈ പലപ്പോഴും ഇതൊക്കെ തയ്യാറാക്കി വെക്കേണ്ടി വരുന്നത്. അപ്പോൾ എൻ്റെയൊക്കെ ഇവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. 1983 ശ്രീകലവർമ്മ കോളേജിൽ അധ്യാപകനായിരുന്ന അദ്ദേഹം ഇതൊക്കെ മരിച്ചു കഴിഞ്ഞു കൊടുക്കുന്ന വോയിസ് ഓവറാ മോനെ, നീ കൃത്യമായിട്ട് ഇത് കേൾക്കണ്ട കേട്ടോ. ഒരറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ, ഞാൻ അദ്ദേഹത്തിന് ഒരു 70 വയസ്സ്
അടുത്തുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു, സാറിന്റെ 40ാമത്തെ വയസ്സിൽ സാർ മിസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, ഹിസ് ലൈക്ക് വെൽ നോൺ ഓണ്ടർപ്രണർ. നമ്മൾ കാരണം ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് കുറെ നോളജ് കിട്ടും. എന്റെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട് സർക്കിൾ 40% എന്നിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ബിക്കോസ് എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് എന്റെ ഏജിൽ നഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും അവിടെ നിന്ന് കിട്ടും. 30% ചിലപ്പോൾ ഇവന്റെ ഏജിലുള്ള ആൾക്കാരായിരിക്കും. കാരണം എനിക്ക് ഈ ഒരു ജനറേഷനുമായിട്ട് പോകണമല്ലോ, കാരണം നമ്മൾ കിഡ്സ് വെയർ ആണല്ലോ കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് കുറേ നേരം എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ബൈക്കില് വൈഫായിട്ടോ ഗേൾ ഫ്രണ്ടായിട്ടോ മഴ നനഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. എന്റെ ഒരു ഫാന്റസിയിലുള്ള സാധനങ്ങൾ അതൊക്കെ. ഞാൻ നനഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ 40 വയസ്സ് വരെ ഞാൻ നനഞ്ഞിട്ടില്ല. അപ്പൊ മൂപ്പര് പറഞ്ഞു ഇല്ല. മൂപ്പര് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു ഇല്ല. ഞാൻ പറഞ്ഞു മഴ നനയുമ്പോൾ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ചെയ്തിട്ടില്ല. അപ്പോ എന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച സമയത്ത്, ഏതാണ് നിങ്ങൾക്ക് ലൈഫിൽ ഒരു 40ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ട കുറെ കാര്യങ്ങൾ എന്താ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ സുഹൃത്തുക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു. അതായത് എന്റെ ചെറുപ്പത്തിലുണ്ടായ എന്റെ കൂടെ വളർന്നു വന്ന എനിക്ക് എപ്പോഴും സംസാരിക്കാൻ ഒരു ഇന്റൻഷൻ ഇല്ലാതെ എന്നെ സ്നേഹിച്ചിരുന്ന സുഹൃത്തുക്കളെ എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ലോസ് ആയിട്ട് എന്തെങ്കിലും സാറിന്? ബിക്കോസ് അല്ല, എനിക്ക് എൻ്റെ ഈ യാത്രക്കിടയിൽ ഇപ്പം നമ്മുടെ ഒരു പ്രശ്നം എന്താ അറിയോ, നമ്മൾ ഈ രാവിലെ തന്നെ നിൽക്കും, മിക്കവാറും രാത്രിയിൽ മരണമൊക്കെ രാവിലെ ആയിരിക്കില്ലേ വരുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ മരിച്ചത് ഒരു വികാരവും ഇല്ലാതെ ഞാൻ തന്നെ വായിക്കണം. ഞാനിപ്പോൾ വികാരം കലർത്തും. ഞാൻ ചോദിക്കാൻ ഞാൻ ഇപ്പം എൻ്റെ കൂടെ പഠിച്ച ആളാണ് ഇപ്പം മരിച്ചിരിക്കുന്നത്. എനിക്ക് സങ്കടമായി പോയി. വീട്ടിൽ കൊള്ളാവുന്നൊരു പയ്യനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളത് വേറെ രീതിയിൽ അവതരിപ്പിക്കുന്നു. ഇപ്പം എൻ്റെ കൂടെ പഠിച്ച ഇപ്പം എൻ്റെ റൂംമേറ്റ് ആയിട്ടുള്ള ജയദേവൻ എന്ന് പറഞ്ഞ ഒരു കക്ഷി മരിച്ചിട്ടുണ്ട്. അപ്പോൾ 5 വർഷം ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച പുള്ളിയുടെ മരണമൊക്കെ ഈ ടെലിവിഷനിൽ വന്നിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ അതുപോലെ ആകാശവാണിയിലെ സതീഷ് ചന്ദ്രൻ, അപ്പോൾ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ആളായിരുന്നു പുള്ളി മരിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്ക് പിന്നെ ഈ മരിക്കുന്നത് മാത്രമല്ല, ഈ വേറൊരു പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്ക് കൊട്ടാരക്കര ഒരു ബ്യൂറോ ഉണ്ട്. അപ്പോൾ ഈ കൊട്ടാരക്കര ബ്യൂറോയിൽ നിന്ന് വാർത്തകളൊക്കെ വരും. അപ്പോൾ നമ്മുടെ കൊട്ടാര താലൂക്കിലാണ് നമ്മുടെ വീട്. അപ്പോൾ ഈ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ കഞ്ചാവ് കേസിന് അറസ്റ്റ് ചെയ്തു, നമ്മുടെ ഒരു അകന്ന ബന്ധുവായിരിക്കും. വായിച്ചിങ്ങനെ വരുമ്പം കൃഷ്ണപ്പറമ്പിൽ ശിവശൻ, ഇത് മറ്റേ അങ്ങനെയല്ലേ, വായിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ വായിക്കാല്ലാതെ രക്ഷയില്ല. നാട്ടിൽ ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ നീ എൻ്റെ കാര്യം, ഞാൻ കഞ്ചാവ് പിടിച്ചതിന് നീ TV പറഞ്ഞു, എടാ കൊള്ളരുതാത്തവനെ ഒതകാതെ പോയവനെ നാട്ടിൽ പറയുന്നത്. ഒതകാതെ പോയ അത് എനിക്ക് ഒരിക്കൽ ഒരു വാർത്ത ഞാൻ ഇങ്ങ് വിഴുങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷെ പകുതി വായിച്ചു പോയി. കാര്യം ഈ കൊല്ലം ജില്ലയിൽ എനിക്കറിയാവുന്ന ഒരാളിൻ്റെ ആണ് ഈ വാർത്ത. അപ്പം അങ്ങനെ പോക്സോ കേസ് പിടിക്കപ്പെട്ടിരിക്കുക. അപ്പം ഞാൻ ഈ പോക്സോ ഇങ്ങനെ ഇതേയാണെന്ന് ഞാൻ അറിയുന്നില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകളാണ് ഈ നാടിൻ്റെ ശാപം എന്നൊക്കെ പറഞ്ഞ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ വിഴുങ്ങാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ചിലപ്പം ജീവിതത്തിലെ ആളുകൾക്ക് അറിയില്ല എന്താ അബദ്ധം പറ്റുക എന്നൊക്കെ പറഞ്ഞ് മുട്ടയടിച്ച്. പക്ഷേ ചീത്ത വിളിച്ചു പുള്ളി, നിങ്ങളുടെ ചാനലിൽ മാത്രമേ അത് വന്നുള്ളൂ എന്ന് പറഞ്ഞു. അതും നീ തന്നെ അത് വായിച്ചു. അത് ഒരു ചെറിയ വിഷയം. പുള്ളി ഇപ്പോഴും ശത്രുവാ. പുള്ളി ഇഷ്ടം പോലെ ഉണ്ട്. അയ്യോ, അത് സോഷ്യൽ മീഡിയ പോയാൽ മതി. ഇപ്പം ഞാൻ ആലോചിക്കായിരുന്നു, എൻ്റെ ജീവിതത്തിലുള്ള ഒരു പ്രശ്നം എന്താ അറിയുമോ, എൻ്റെ തന്തയ്ക്ക് വിളിച്ച് യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒത്തിരി പേരുണ്ട്. അതായത് ഈ ഇടയ്ക്ക് ഒരു സംഭവം, അടുത്തിടയ്ക്ക് ഒരാഴ്ചയുള്ള സംഭവം വന്നു. MV നികേഷ് കുമാർ കൊട്ടാരക്കരയിൽ പ്രസംഗിച്ചു. ഞാനും അവിടെ ഒരു സെമിനാറിലുണ്ടായിരുന്നു. നികേഷ് എന്നെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം നികേഷ് പറഞ്ഞിട്ടില്ല. നികേഷിന് എന്തോ എൻ്റെ പേരിനോട് എൻ്റെ ചതുർത്ഥി എന്നുള്ള രീതിയിൽ പുള്ളി മിണ്ടിയില്ല. ഞാൻ പിന്നെയും പുള്ളിയെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ വളരെ അടുപ്പമുള്ളവരാണ് നികേഷ് കുമാർ. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ കണ്ടു. ശ്രീകണ്ഠൻ നായരെ വലിച്ചൊട്ടിച്ച MV നികേഷ് കുമാർ. വലിച്ചതുമില്ല, ഒട്ടിച്ചതുമില്ല. പക്ഷേ ശരിക്കും എന്താ പറയുക, അപ്പം നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴേ നമ്മളെയൊക്കെ പരിചയമുള്ളവരായിരിക്കും, ഇയാളെ വലിച്ചൊട്ടിച്ചോ, ശത്രുക്കളെ നന്നായി ഒട്ടിച്ച്, നികേഷ് ഒട്ടിച്ചല്ലേ, മൊത്തം ഇരുന്ന് കാണും. അപ്പോൾ അവസാനം വരെ കാണുമ്പോഴേ ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ ശത്രുക്കൾ ഇഷ്ടം പോലെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. എൻ്റെ തന്തയ്ക്ക് പറയുന്ന ഒരു മീഡിയ ഉണ്ട്. അപ്പോൾ അയാൾ കണ്ണ് തപ്പിയ തന്തയ്ക്ക് പറയാൻ തുടങ്ങി. ഇയാൾ 8.5 ലക്ഷത്തിൽ എൻ്റെ തന്തയ്ക്ക് പറയാൻ തുടങ്ങിയതാണ്. അപ്പം ഞാനിത് തിരിച്ചു പറയാൻ തുടങ്ങി, വാശി കിട്ടി. അങ്ങനെ ഞാൻ കണ്ടെത്തി 22 ലക്ഷമായി ഈ പുള്ളി തന്തയ്ക്ക് പറഞ്ഞു. അപ്പം ഞാൻ നോക്കി, ഇനിയും പറഞ്ഞാൽ പുള്ളി 1 കോടി ദഹിക്കും. ഞാൻ നിർത്തിയ പരിപാടി. ഇപ്പം എൻ്റെ അച്ഛൻ അല്ലാത്ത രീതിയിൽ അങ്ങ് ഇരിക്കും. സാറിന്റെ ലൈഫിൽ ഒരു കോളേജ് ലൈഫിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, എനിക്കിപ്പോ സാർ പറഞ്ഞു 64 ആയി സാറിന്. 65 ഓക്കെ. ഈ 65 ആവുന്ന സമയത്ത് ഇപ്പൊ എന്റെ അമ്മയ്ക്ക് 59 ആണ് അല്ലേ, 54 or 59. പക്ഷെ അമ്മയായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എന്നോട് 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കൂല്ലേ ഞാനും അമ്മ 2 പേരും 2 വഴിക്കോ. അപ്പൊ അപ്പൊ എനിക്ക് തോന്നി, എങ്ങനെയാണ് ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുക? അപ്പൊ സാറ് എപ്പോഴും ഫുൾ ടൈം എനിക്ക് തോന്നിയിട്ടുള്ളത് മസ്തി ആയിട്ട് എൻജോയ്മെന്റ് മൂഡിൽ നടക്കുന്ന ഒരാളാണ്.
ആ ഒരു ഹാപ്പിനെസിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, എന്താണ് സാറിന് ആ ഒരു മോഡിലേക്ക് എത്തിക്കുന്നത്? എന്താണ് സാറിന് ഹാപ്പി അല്ല ആക്കുന്നത്? അങ്ങനെ ഞാൻ ആലോചിക്കുന്നില്ല എന്നുള്ള സത്യം. കാര്യം എന്തറിയാമോ, നമ്മൾ ചിലപ്പം ഇപ്പം നമുക്കൊരു മാജിക് ചെയ്യാൻ പറ്റുന്നത് എന്തറിയുമോ, അതായത് നമ്മുടെ ഉള്ളിൽ വലിയ കടലടിക്കുകയായിരിക്കും. രോഷത്തിൻ്റെ കടൽ കാണും, ചില സങ്കടത്തിൻ്റെ കടൽ കാണും. ഈ കടലടിക്കുമ്പോഴും പുറമെ ചിരിച്ച് നടക്കാനുള്ള ഒരു തന്ത്രവിദ്യ നമ്മൾ ശീലിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ ആൾക്കാർക്ക് സ്ക്രീനിൽ കാണുമ്പം അറിയാൻ പറ്റത്തില്ല നമ്മുടെ ഉള്ളിൽ വലിയ കടലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ആൾക്കാർ മനസ്സിലാക്കും, ജെനുവിനായിട്ടുള്ള ചില ആൾക്കാർ, നമ്മളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരെല്ലാം മനസ്സിലാകും. പക്ഷെ അപ്പം നമ്മൾ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഈ കഠിനാധ്വാനത്തിൻ്റെ കുപ്പായിട്ടുള്ള കുഴപ്പം എന്താണെന്നറിയോ, നമ്മളൊരു 16-18 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന ലെവലിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതൊന്നും ആലോചിക്കാൻ നമ്മൾ പറ്റുന്നില്ല. നമുക്ക് കടയിൽ പോയി ഒരു 100 ഗ്രാം ഹാപ്പിനെസ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റുമോ എന്ന് ആലോചിക്കാനല്ല, അതേ പറ്റുമോ. അപ്പം നമ്മൾ ഇതൊക്കെയാണ് നമ്മളെ ജീവിതത്തിൽ ഹാപ്പി ആക്കുന്നത് ചിന്തിച്ച് മുന്നോട്ടങ്ങ് പോകും. സാറിന്റെ 40 വയസ്സിൽ സാറിന് മിസ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം 40 വയസ്സ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് പറയാ എന്നിലേക്ക് തരാനുണ്ടോ? അല്ല, അതെന്തോന്നറിയുമോ, അയൽവാസിക്ക് പാര വയ്ക്കാതിരിക്കുക. അതാണോ അതാണ് ഏറ്റവും നമുക്ക് നല്ല നമ്മൾ പ്രശ്നം. അയൽവാസിക്കിട്ട് പണിഞ്ഞുകൊണ്ടെന്നുള്ള കുഴപ്പമെന്നറിയോ, നമ്മൾ ഉറക്കം വരത്തില്ല, ചവിട്ടി കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതേസമയം ആർക്കും പാരയൊന്നും പണി ഒരു പാരയും വെക്കാതെ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. നിദ്ര വന്നങ്ങ് തഴുകിക്കൂടും, അല്ലെങ്കിൽ തഴുകത്തില്ല കേട്ടോ. ഇപ്പൊ പലതരത്തിലുള്ള ലഹരി ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ജനറേഷൻ്റെ, ഇപ്പൊ എന്റെ മകനടക്കം എനിക്ക് പിന്നെ 10 മണി കഴിഞ്ഞിട്ട് പുറത്തു വിടാൻ ഭയങ്കര ടെൻഷനാണ്, പേടിയാ. ഈവൻ എന്റെ അടുത്ത് പോയി ചോദിക്കും, ഞാൻ 10 മണി കഴിഞ്ഞ് ചെയ്യുന്ന സാധനങ്ങൾ എനിക്ക് വേണമെങ്കിൽ രാവിലെയും ചെയ്തുകൂടിയത്. അവന് ആ ഒരു റിയാലിറ്റി. പക്ഷെ നമ്മൾ ആസ് എ മദർ എന്നുള്ള രീതിയിൽ, ആസ് എ സോളോ ട്രാവലർ എന്നുള്ള എല്ലാ ധൈര്യവും അവിടെ എന്തായി പോകും, അടഞ്ഞു പോകും. ആസ് എ മദർ എനിക്ക് കൺസേൺ ആണ്. കാരണം ചിലപ്പോൾ എനിക്ക് എന്റെ മകൻ ഓക്കെയാണ്, പക്ഷെ ഈ അവരുടെ സർക്കിളിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണകൾ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ജനറേഷൻ ആണല്ലോ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ മെന്റാലിറ്റിയിലേക്ക് വന്നിട്ടുള്ള ഒരു 30 വയസ്സിന് താഴേക്കുള്ള ആളുകളാണ്. സാറ് ജീവിച്ച സമയം അല്ലെങ്കിൽ ആ ഒരു ടൈം തൊട്ട് ഇതുവരെ പല ജനറേഷനെ കാണുന്ന, ഇൻക്ലൂഡിങ് യുവേഴ്സ് ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനറേഷനെ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പഴയ അല്ല, നമ്മളെന്താ അറിയോ, ഇപ്പം എൻ്റെ അച്ഛന് 5 മക്കളുണ്ട്, അതിലൊരാളായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ അച്ഛൻ രാത്രി അദ്ദേഹത്തിൻ്റെ കടയൊക്കെ അടച്ചിട്ട് വന്ന്, ചെറിയ റേഷൻ വ്യാപാരമൊക്കെ കടയൊക്കെ അടച്ചിട്ട് വന്ന് ജനലിൽ കൂടെ ഇങ്ങനെ 5 ബാറ്ററി ഒരു ടോർച്ചാ പുള്ളിയിൽ അടിച്ച് നോക്കുമ്പം അവിടെ എല്ലാം ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. അപ്പോൾ അമ്മയോട് ചോദിക്കുന്നത്, എൻ്റെ പട്ടാളങ്ങളൊക്കെ ഉറങ്ങിയോ? അപ്പം നമ്മളിപ്പോൾ ചോദിക്കുന്നത്, മോനെ, മക്കളെ, ചക്കരെ, കുട്ട, നിനക്ക് ഉറക്കം വരുന്നു. കാര്യം ഒരു 1.5 കുഞ്ഞേ കാണും ഒരു വീട്ടിൽ. അപ്പം നമുക്ക് ജീവിതത്തിൽ നേടാൻ പറ്റാത്ത മുഴുവൻ ഈ കുഞ്ഞിലങ്ങ് ആരോപിക്കുക. മാത്രമല്ല, ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുന്നറിയോ, ഒരു മൻമോഹൻ സിംഗിൻ്റെ ലുക്കുണ്ട്, എക്കണോമിസ്റ്റ് ആവും. എന്നുവെച്ചാൽ ലോകത്ത് കിട്ടാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ കുഞ്ഞിൻ്റെ എന്നിട്ട് ഈ കുഞ്ഞിനെ വളർത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ കുഞ്ഞിന് ഈ പൊസസീവ്നെസ്സും സ്വാർത്ഥതയും എല്ലാം കൂടെ അവനിലങ്ങ് കൺസോളിഡേറ്റ് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ ഇവൻ എന്തെങ്കിലും ഒരു നാശം വന്നാൽ മതി. അത് തന്നെയാണ് ശ്വേത ഈ മകനെ 10 മണി കഴിഞ്ഞ് പുറത്തു പോയാൽ പ്രശ്നം ഉണ്ടാകും എന്ന് വിശ്വസിക്കാനുള്ള കാരണങ്ങൾ. നീ പോയിക്കോ. അപ്പൊ സത്യം പറഞ്ഞ പാരന്റ്സ് തന്നെയാണ്. അല്ല, പേരൻസിൻ്റെ ഉത്കണ്ഠയാ പ്രശ്നം. അവർ ഈ ആങ്സൈറ്റിയുടെ പിച്ചാത്തി മോനൊക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. കാരണം അവർക്കെന്ന് വെച്ചാൽ അവർക്കെന്താ പറയുക, ജീവിതത്തിൻ്റെ മുഴുവൻ അർത്ഥവും ഈ കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് മാത്രമല്ല, പിന്നെ അവർ സിനിമാ കഥകളിലൊക്കെ കാണുന്നുണ്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു. പിന്നെ വാർത്തകൾ വരുന്ന മൊത്തം ഇതുമായിട്ട് ബന്ധപ്പെട്ടത് LSD, MDMA ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് കുട്ടികൾ ആൾക്കാരെ കയറി കത്തി കയറ്റുന്നു. ഇങ്ങനെ പള്ള കണ്ടവിടെ കത്തി കയറ്റുന്ന പിള്ളേർ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പേടിച്ചു പോവാം. നമ്മുടെ രക്ഷകർത്താക്കൾ, ശ്വേത പറഞ്ഞ കറക്റ്റാണ്, നമ്മുടെ രക്ഷകർത്താക്കൾക്കൊക്കെ നല്ല പേടിയുണ്ട്. പണ്ടത്തെ പോലെ വരിക, സ്കൂളിലെ കുട്ടി പോയാൽ രാവിലെ വരെ കാത്തിരിക്കുക, കുട്ടി വരുന്നവർ ടെൻഷനാണ്. എനിക്കറിയാം സാറിന്റെ 40ാമത്തെ വർഷന്റെ പല പരിപാടികളാണ്. അതിന്റെ ഇടയിൽ ഇത്രയും സമയം, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ തനൂറ ടോക്സിന്റെ ആദ്യത്തെ എപ്പിസോഡിലാണ്. എനിക്ക് നിർബന്ധമായിരുന്നു സാറ് തന്നെ എപ്പിസോഡിൽ വരണമെന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. തനൂറ ടോക്സിൽ ഒരുപാട് ആൾക്കാരൊക്കെ വരട്ടെ, നല്ല അതിഥികളൊക്കെ വരട്ടെ. അവരോടൊക്കെ നന്നായിട്ട് സംസാരിച്ച് ഈ ലോകത്ത് അവർക്ക് വെളിച്ചം പകരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർ ചെയ്യട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ. യെസ്, നീ ഒരു മോഹൻലാലാകട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. അതെ, ഈ 40 വർഷം ആയതില് ഇതുപോലൊരു മഹാപ്രതിഭേനെ അല്ലേ നമുക്ക് മലയാളിക്ക് കിട്ടിയത്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയില്ലേ? കുറച്ച് എന്റെ മലയാളം മഹാമോശമാണ്. മതി. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഞാൻ എന്റെ പണിയിലേക്ക് പോട്ടോ. യെസ് സർ.